ഹായ് ഫ്രണ്ട്സ്, മലയാളികൾക്ക് വളരെ സുപരിചിതമായ ഒന്നാണ് പടുതാക്കുളം. കൊറോണ എന്ന മഹാമാരി നാടെങ്ങും പടർന്ന സാഹചര്യത്തിലായിരുന്നു പടുതാക്കുളത്തിലെ മീൻ കൃഷി എന്ന ആശയം സുപരിചിതമാകുന്നത്. ഞാനും ഒരു ചെറിയ പടുതാക്കുളം നിർമ്മിച്ചത് എങ്ങനെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഇതെന്റെ അടുക്കളയോട് ചേർന്നുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ശ്രദ്ധ എന്നും ഇതിനുണ്ടാവുകയും ചെയ്യും. ഇതിന് ടോട്ടൽ മെഷർമെന്റ് ഞാൻ എടുത്തേക്കുന്നത് ലെങ്ത് 6 ഫീറ്റും വിഡ്ത്ത് 4 ഫീറ്റും ഡെപ്ത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 3 ഫീറ്റും ആണ്. ഇതിൽ നിന്ന് കുഴിച്ചെടുത്ത മണ്ണ് അതിൻ്റെ 4 വശങ്ങളിലും വരമ്പ് പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. അതായത് ഇതിനുള്ളിൽ പടുത വിരിച്ച് വെള്ളം നിറയ്ക്കുമ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് ലെവൽ വരെ നമുക്ക് വെള്ളം നിറയ്ക്കാനും വെള്ളം ഓവർഫ്ലോ ആകാതിരിക്കാനും വേണ്ടിയാണ്. ഇതുപോലുള്ള പഴയ പ്ലാസ്റ്റിക്കോ പഴയ ചാക്കോ വിരിച്ചതിന് ശേഷം പടുത വിരിക്കുക. മണ്ണിനടിയിലുള്ള കട്ടി കൂടിയ വേരുകളോ ഷാർപ്പായ മറ്റു വസ്തുക്കളോ കൊണ്ട് പടുത കീറാതിരിക്കാൻ ആണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉപ്പ് നമ്മുടെ കറികൾക്ക് രുചി പകരുന്നത് പോലെ തന്നെ അത് നല്ലൊരു പ്രിസർവേറ്റീവാണ്. അതുകൊണ്ട് തന്നെ കുളങ്ങളിൽ ഉപ്പ് ഉപയോഗിക്കുന്നത് മീനുകളിലേക്ക് ജലത്തിലൂടെ പകരാൻ സാധ്യതയുള്ള രോഗങ്ങളുടെ കീടാണുക്കളെ നശിപ്പിക്കുകയാണ് പ്രധാനമായും ഉപ്പ് ഉപയോഗിക്കുന്നത്. രണ്ടിനത്തിൽപ്പെട്ട മീൻ കുഞ്ഞുങ്ങളെ ഇപ്പോൾ നിക്ഷേപിക്കുന്നുണ്ട്. ഒന്ന് തിലോപ്പിയ, 2 വാള. ഇത് 2 കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് ഒരുമിച്ച് നിക്ഷേപിക്കുന്നത്. ഒരുമിച്ചിട്ടാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ മാറ്റിയിടാവുന്നതാണ്. കുളത്തിലെ വെള്ളം അഴുക്കാവുന്നതിനെ തുടർന്ന് കൂടെ വെള്ളം മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആയതിനാൽ 1/2 ഹോഴ്സ് പവറിന്റെ പമ്പാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാൻ എയറേറ്ററും സെറ്റ് ചെയ്തിട്ടുണ്ട്. വാളയെയും തിലോപ്പിയയും 2 കുളങ്ങളിൽ ആക്കി മാറ്റിയിരുന്നു. ഇപ്പോൾ ഇത് തിലോപ്പിയ മാത്രമാണ് ഉള്ളത്. 5ാമത്തെ മാസം കഴിഞ്ഞ് 1 മാസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാനുള്ള പരുവമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ഇറ്റ്സ് മീ പ്രവീൺ. ബൈ ബൈ.